നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായ വാഹന അപകടം അത് വളരെ വേദനാജനകമായിരുന്നു. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയതായിരുന്നു. അതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരം കാട്ടാക്കടയ്ക്കടുത്തുള്ള പൊട്ടൻകാവ് എന്ന സ്ഥലത്തും അപകടം ഉണ്ടായിരിക്കുകയാണ്. 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അജിൻ, സനുഷ്, അനന്തു, അക്ഷയ് എന്നിവരുടെ വിനോദയാത്രയാണ് വലിയൊരു അപകടത്തിൽ, അതായത് ജീവൻ നഷ്ടമാകുന്ന അപകടത്തിൽ കലാശിച്ചത്. ഇന്നലെ നെയ്യാർ ഡാമിലേക്ക് 2 ബൈക്കുകളാണ് 4 പേരും പുറപ്പെട്ടത്. അക്ഷയുടെ പുതിയ ബൈക്കിൽ ബന്ധുവായ അനന്തവും അജിൻ്റെ ബൈക്കിൽ സനുഷും. പക്ഷേ ആ യാത്ര അത് അവസാന യാത്രയായി മാറുകയായിരുന്നു. ഉറ്റവരൊക്കെ ഈ വേദന ഉൾക്കൊള്ളാൻ ആകാത്ത ഒരു സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. കുഞ്ഞുകാലം മുതൽ ഒന്നിച്ച് വളർന്നവരാണ് അജിൻ, സനുഷ്, അനന്തു, അക്ഷയ് എന്നിവർ. കുട്ടിക്കാലം മുതലുള്ള സ്നേഹബന്ധം അവർ കൊണ്ടുപോവുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വേദനയോടെ ഉറ്റവരൊക്കെ ഓർത്തെടുക്കുകയാണ്. ഈ യാത്രയിൽ നെയ്യാറാമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കാട്ടാക്കട പൊട്ടൻകാവിൽ വെച്ച് അജിൻ ഓടിച്ച ബൈക്ക് എതിരെ വന്ന ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. തൊട്ടു പിന്നാലെ അക്ഷയും അനന്തവും അവിടെ എത്തി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിമിഷങ്ങൾക്കകം തങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് രണ്ടുപേരും മനസ്സിലാക്കുകയായിരുന്നു. അജിനും സനുഷും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, ഒരു മരണത്തിന് കീഴടങ്ങി എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയിലായിരുന്നു അനന്തവും അക്ഷയും. കുട്ടിക്കാലം മുതൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് അക്ഷയും സനുഷും. കുടുംബങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ഉറ്റവരൊക്കെ പ്രതികരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഒരു വളവിൽ KSRTC ബസ്സിലേക്ക് ഇവരുടെ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. എന്തായാലും 2 യുവാക്കൾക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. മരിച്ചവരിൽ ഒരാളായ AS അജിൻ്റെ അകാലത്തിലെ വിടവാങ്ങൽ അഗ്നിരക്ഷാസേനയ്ക്ക് ഒരു തീരാത്ത നഷ്ടമായി മാറിയിരിക്കുകയാണ്. അതായത് അവരുടെ സിവിൽ ഡിഫൻസ് അംഗം കൂടിയായിരുന്നു AS അജിൻ. സേവന സന്നദ്ധനായി മാതാവ് സുജയോടൊപ്പം 4 വർഷത്തിലേറെയായി സിവിൽ ഡിഫൻസ് അംഗമായി പ്രവർത്തിക്കുകയായിരുന്നു. BTech പൂർത്തിയാക്കിയ അജിൻ ആദ്യം വിഴിഞ്ഞം അഗ്നിരക്ഷാസേന സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളായിരുന്നു ഇരുവരും. പഠനകാലത്ത് തന്നെ അജിൻ സിവിൽ ഡിഫൻസ് പരിശീലനം പൂർത്തിയാക്കുകയും ഇത്തരത്തിൽ ജോലിക്ക് പ്രവേശിക്കുകയുമായിരുന്നു. കോവളം, വിഴിഞ്ഞം കടൽ തീരങ്ങൾ ശുചീകരിക്കാനും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാനുമൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അജിൻ. ആ വ്യക്തിയെ വിഴിഞ്ഞം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വേദനയോടെയാണ് ഈ ഒരു അകാലത്തിലെ മരണം അത് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. യാത്രാ സൗകര്യം കണക്കിലെടുത്താണ് വിഴിഞ്ഞത്ത് നിന്ന് മാറി 3 മാസം മുൻപ് കാട്ടാക്കട അഗ്നിരക്ഷാസേന സ്റ്റേഷനിൽ സുജയും മക്കളായ അജിനും അഹിജയും ചേർന്നത്. പരിക്കേറ്റ അജിൻ റോഡിൽ രക്തം വാർന്ന് കിടക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയതും അജിൻ സിവിൽ ഡിഫൻസ് അംഗമായി പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാസേന അംഗങ്ങളായിരുന്നു. മുഖത്ത് ഗുരുതര പരിക്ക് പറ്റിയിരുന്നതിനാൽ ആളെ ആദ്യം തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. ബൈക്കിൻ്റെ നമ്പർ ഉപയോഗിച്ച് മേൽവിലാസം എടുത്തപ്പോഴാണ് തങ്ങളുടെ സഹപ്രവർത്തകനാണ് തങ്ങൾ ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് കണ്ടത്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് തങ്ങൾ വാരിക്കോരി എടുത്തത് തങ്ങളുടെ സഹപ്രവർത്തകനെയാണ് എന്ന് ഈ അഗ്നിരക്ഷാസേന മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. മാത്രമല്ല സനുഷിൻ്റെ മരണവിവരം അതും വലിയൊരു വേദനയായി മാറുകയാണ്. പ്രത്യേകിച്ച് സനുഷിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജായി വരുന്ന വഴിയാണ് മകൻ്റെ വിയോഗ വാർത്ത അറിയുന്നത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന വഴി വാങ്ങിയ ചോറ് പൊതിയുമായി കഴിക്കാനിരുന്ന മിനിമോളെയും ഭർത്താവ് സുനിൽ കുമാറിനെയും തേടിയെത്തിയത് ഇളയ മകൻ സനുഷിൻ്റെ മരണവാർത്തയാണ്. വളരെയധികം വേദനയായി. ആ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരത്തിൽ അയണിൻ്റെ കുറവ് കാരണം മിനിമോളെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തൈക്കാട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. വീട്ടിൽ മക്കളെ നോക്കാൻ വേറെ ആരുമില്ലാത്തതിനാൽ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിയാണ് ഇന്നലെ ഉച്ചയോടെ വീട്ടിലെത്തിയത്. വിളവൂർക്കൽ പഞ്ചായത്തിലെ മൂലമൺ വാർഡിലാണ് സനുഷിൻ്റെ വീട്. തൊട്ടടുത്ത വേങ്കൂർ വാർഡിലാണ് മരിച്ച അജിൻ്റെ വീട്. ഇരുവരുടെ അകാല വിയോഗം കുടുംബാംഗങ്ങളെപ്പോലെ നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വേദന കൂട്ടുകാർക്കൊക്കെ വലിയ വേദനയായിരിക്കുന്നു, പരിചയക്കാർക്കൊക്കെ നടുക്കമായി മാറിയിരിക്കുന്നു. ഇത്ര ചെറുപ്പത്തിലെ വലിയൊരു അപകടത്തിൽപ്പെട്ട് 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ആ ഒരു വളവിൽ, ഒരു വല്ലാത്തൊരു വളവാണ്. ആ വളവിൽ ഇത്തരത്തിൽ പാഞ്ഞെത്തി KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് റോഡിൻ്റെ കുറുകെ നിൽക്കുകയും ചെയ്തു. അപകടത്തിൽ 2 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. അതേസമയം നമ്മളെല്ലാവരെയും വളരെ വേദനിപ്പിച്ച മറ്റൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം
കൊല്ലം കൊട്ടാരക്കരയിൽ നടന്ന അപകടം, അതും നമ്മളെ സംബന്ധിച്ച് വേദനാജനകമായിരുന്നു. അതിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലുണ്ടായി. 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഒരു കുട്ടിയുടെ കാൽ വിരൽ മണ്ണിനിടയിൽ കണ്ടപ്പോൾ അത് സ്വന്തം മകനാണെന്ന് ആ പിതാവ് കരുതിയിരുന്നില്ല. മകൻ നവനീതിനെ മണ്ണിനടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ അനുഭവം സനിൽകുമാർ പങ്കുവയ്ക്കുകയാണ്. കൈകൊണ്ട് മണ്ണ് നീക്കിയപ്പോൾ കണ്ട മറ്റൊരു കുട്ടിയെയും സനിൽകുമാർ രക്ഷിക്കുകയുണ്ടായി. മൂക്കിൽ നിന്ന് രക്തം വാർന്നും ശരീരത്തിൽ ചതവേറ്റും പുറത്തെടുത്ത മകനെ ആശുപത്രിയിൽ എത്തിക്കാൻ പല വാഹനങ്ങൾക്ക് കൈ കാണിച്ചു. പക്ഷെ ആരും നിർത്തിയില്ല എന്നാണ് ഈ പിതാവ് വേദനയോടെ പറയുന്നത്. എന്തുകൊണ്ട് ആരും നിർത്തിയില്ല? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ അപകടത്തിൽ പരിക്കേറ്റവരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആർക്കും എന്തുകൊണ്ട് മനസ്സായില്ല എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ഒടുവിൽ സുഹൃത്തിൻ്റെ ബൈക്കിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പിതാവ് ആശുപത്രിയിലേക്ക് പാഞ്ഞത്. ബൈക്കിൻ്റെ നടുവിലിരുത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കിഴക്കേക്കര സെന്റ് മേരീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ നവനീതിനെ വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു. അമ്പലപ്പുറം കാർത്തികയിൽ പി സനിൽകുമാർ സ്കൂട്ടറിൽ മകനെ ബസ് സ്റ്റോപ്പിൽ എത്തിച്ച ശേഷം അല്പം അകലെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിൽ കവർന്നത് വിദ്യാർത്ഥിയടക്കം 3 പേരുടെ ജീവൻ. അനുവദിച്ചതിൻ്റെ ഇരട്ടിയിലേറെ മണ്ണുമായി അമിത വേഗത്തിലാണ് ടിപ്പർ വന്നത്. അമിത വേഗത ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ അടക്കം പങ്കുവയ്ക്കുകയുണ്ടായി. മിനി ടിപ്പർ ലോറി ബൈക്കിൽ ഇടിച്ച ശേഷം ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. മാത്രമല്ല, പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവർക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചു. ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കൊട്ടാരക്കരയ്ക്കടുത്ത് അമ്പലത്തുംകാല നീലേശ്വരം റോഡിലുള്ള മുക്കോണി മുക്കിലാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി പി പാർത്ഥിബ്, KSRTC പുനലൂർ ഡിപ്പോ മെക്കാനിക് അജയൻ ആചാരി, ബൈക്ക് യാത്രികനായ പാരലൽ കോളേജ് അധ്യാപകൻ RV ഹരിലാൽ എന്നിവരാണ് മരിച്ചത്. ലോറി ഡ്രൈവർ നിസാം, സ്കൂൾ വിദ്യാർത്ഥികളായ കൗശൽ, ഋഷഭ്, നവനീത് കൃഷ്ണൻ, ജിബിമോൾ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. തലയിലും വാരിയലിനും ഗുരുതര പരിക്കേറ്റ കൗശലിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്കിനെ വെട്ടിച്ച ടിപ്പർ ബ്രേക്ക് ചെയ്ത് ഏകദേശം 10 മീറ്ററോളം നിരങ്ങി നീങ്ങിയ ശേഷം ഇടിച്ചു മറിയുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദുരന്തത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയ അഞ്ജലിയുടെ വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. സ്ഥലത്തേക്ക് ഓടിയെത്തിയ ഇളയ സഹോദരൻ വൈശാഖ് അഗ്നിരക്ഷാസേനയെ ഫോണിൽ വിളിച്ച് രക്ഷാസ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. 12 പേരെങ്കിലും ദുരന്തത്തിൽ പെടുമെന്ന് കരുതിയ അപകടത്തിലെ രക്ഷാകരങ്ങളായി മാറുകയായിരുന്നു BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി നീലേശ്വരം ദിവ്യ ഭവനിൽ ബി അഞ്ജലിയും സഹോദരനും 8ാം ക്ലാസ്സുകാരനുമായ വൈശാഖും. അപകട സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഇവരുടെ വീട്. നീലേശ്വരത്ത് ക്ഷേത്ര ദർശനത്തിന് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അഞ്ജലി. തൊട്ടടുത്ത് നിന്ന കുഞ്ഞുങ്ങളുടെ നേർക്ക് ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട ഉടൻ തന്നെ കൈകളിൽ വലിച്ചു മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, അതായത് കഴിഞ്ഞ ഒരൊറ്റ ദിവസം മുന്നിൽ കണ്ട അപകടങ്ങൾ, മുന്നിൽ കണ്ട മരണം, അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ, തലനാരിഴയ്ക്ക് വലിയൊരു അപകടത്തിൽ നിന്നും മാറിപ്പോയവർ അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് മന്ത്രി K മുരളീധരന്റെ നിർദ്ദേശം. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സംഘത്തെ അടക്കം തയ്യാറാക്കിയിരുന്നു. ജനറൽ സർജറി, ന്യൂറോ സർജറി, ഓർത്തോ, തൊറാസിക് സർജറി, ഡെന്റൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതായിരുന്നു പ്രത്യേക സംഘം. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പരിക്കേറ്റവർ ചികിത്സയിലുള്ള സ്വകാര്യ ആശുപത്രികളുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം അപകടത്തിന് കാരണമായ ടിപ്പർ ലോറിയും ഡ്രൈവറുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വാഹനം ഓടിച്ചിരുന്നയാൾക്ക് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് എൻഫോഴ്സ്മെന്റ് RTO AK ദിലു പറഞ്ഞു. ഹെവി ലൈസൻസ് ഇല്ലാത്തയാളാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇത്തരം വാഹനം ഓടിച്ച് തഴക്കം വന്നിട്ടില്ലാത്തയാളാണ്. ഈ ഡ്രൈവർ കുറേ കാലമായി ഗൾഫിലായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്ന് പരിചയമില്ലാത്ത വാഹനം ഓടിച്ചതിൻ്റെ ഫലമായാണ് ഈ അപകടം നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. T റോഡിൽ നിന്ന് ഇറക്കമിറങ്ങി പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ VLTD, അതായത് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് പ്രവർത്തിക്കുന്നതായി കാണിക്കുന്നില്ല. അത് ഉടമസ്ഥർ ഡിസ്കണക്ട് ചെയ്തതാണോ എന്ന സംശയമുണ്ട്. വാഹനത്തിൻ്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു.
2024 മുതൽ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഈ വാഹനം ഓടിയിരുന്നത്. 2 മാസം മുമ്പ് ഏപ്രിൽ 2-നാണ് ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പുതുക്കിയിരിക്കുന്നത്. അപ്പോഴും വാഹനത്തിൻ്റെ GPS സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താതെയാണ് ഫിറ്റ്നസ് നൽകിയത്. ഈ വിഷയത്തിലെല്ലാം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 17 വർഷം പഴക്കമുള്ള വാഹനമാണിത്. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും കൃത്യമായി നടത്തിയിരുന്നില്ല. മാത്രമല്ല ഈ വാഹനം പതിവായി നിയമം ലംഘിച്ചിരുന്നതായും വിവരമുണ്ട്. നിയമലംഘനം നടത്തിയതിന് നിരവധി ചെല്ലാൻ കിട്ടിയിട്ടുള്ള വണ്ടിയാണിത്. ഇതിൽ പലതും ഇപ്പോഴും അടച്ചിട്ടുമില്ല. 2024 ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചിട്ടും നിരന്തരം ഓടുകയും പലതവണ പലതരത്തിലുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുകയും ചെയ്തിട്ടും വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പോലീസോ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിട്ടില്ല എന്നത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കുന്നുണ്ട്. ഈ വർഷം ജനുവരി 30-ന് ഒരു നിയമലംഘനത്തിന് പിടിച്ചപ്പോഴും 250 രൂപ പിഴ അടപ്പിച്ച് വാഹനം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ചെറിയ പിഴത്തുകകൾ അടച്ച് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു വാഹന ഉടമ. ഒടുവിൽ റവന്യൂ റിക്കവറിയായി വാഹനം ഏറ്റെടുക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് 2 മാസം മുമ്പ് ടിപ്പറിൻ്റെ ടാക്സ് അടച്ച് പുതുക്കാൻ വാഹന ഉടമ തയ്യാറായത്. അതിനു മുമ്പ് വരെ ഇതേ വാഹനം ഇതുവഴിയിലൂടെ ഇത്തരത്തിൽ ചീറിപ്പാഞ്ഞിരുന്നു എന്നത് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അനാസ്ഥയാണ് തുറന്നു കാട്ടുന്നത്. അതേസമയം ഇത് അപകടം നടക്കേണ്ട സ്ഥലമല്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പ്രതികരണം. തിരക്കുള്ള റൂട്ടല്ല ഇത്, പോലീസിനെ വെട്ടിച്ച് മണ്ണ് കടത്താനുള്ള ശ്രമമായിരുന്നു എന്ന സംശയമുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി വ്യക്തമാക്കി. എന്തായാലും കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലുണ്ടായ അപകടം 3 ജീവനുകൾ നഷ്ടമായി. വലിയ രീതിയിലുള്ള ഒരു നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പരിക്കേറ്റവരുണ്ട്. എന്തായാലും വളരെ വലിയ നാടിനെ ഒന്നടങ്കം നടുക്കിയൊരു അപകടമാണ് സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.